പത്മിനി, നീ പോരെ. അവരുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഉടമകൾ അവരല്ലേ, അടിമകള് നമ്മളും. ഏട്ടത്തി നിൽക്ക്. ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വീടിനകത്ത് ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയാം, ചന്ദ്രശേഖരനെ എതിർക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. പോരെ. നിനക്കെന്താ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ചെറിയ, കാലം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം ഇതിനപ്പുറത്തുണ്ട്. അത് നിങ്ങൾ മറക്കാതിരുന്നാ മതി. എന്താണ് നിന്റെ ഭർത്താവിന്? ചന്ദ്രേട്ടനെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. അതാ നിനക്കും അവനും നല്ലത്. എന്റെ ദൈവമേ, എനിക്ക് സമാധാനമായി. ചന്ദ്രേട്ടന്റെ മോനും ഇനി എന്റെ അടുത്തുണ്ടല്ലോ. എത്ര കാലം ഒരാള് ജയിലില്, ഒരാള് തെരുവില്. ഞാനിവിടെ അടിമയായിട്ട്. അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയല്ലോ. ഉർവശി, ഏട്ടത്തിയോട് നീ എങ്ങനെയാ പെരുമാറുന്നത്? ഒന്നും പറയണ്ട ചെറിയച്ച. ചെറിയമ്മ അമ്മയെ ഭരിക്കാൻ തുടങ്ങി. ഒരു കണക്ക് പറച്ചിലൊക്കെ വേണമല്ലോ. അമ്മയുടെ കാര്യത്തിലാ പ്രത്യേകം ശ്രദ്ധ വേണ്ടത്. എന്ത് പറഞ്ഞാലും എതിർപ്പ് പറയും. കാലം എത്ര കഴിഞ്ഞാലും അമ്മയുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല ചന്ദ്രേട്ടാ. അമ്മയാണെന്നുള്ള സ്ഥാനമൊന്നും നോക്കണ്ട. ഏട്ടത്തിയോട് പെരുമാറുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പെരുമാറിയാ മതി. പതുക്കെ പതുക്കെ അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിക്കോളും. ഓ, ചന്ദ്രേട്ടന്റെ തീരുമാനം അപ്പൊ അതാണോ? എങ്കിൽ പിന്നെ ഞാൻ ഏറ്റു. പ്രിയങ്കയായിട്ട് തുടങ്ങി വെച്ച ദുരന്തം അല്ലേ മോനെ? ഒരുപാട് കാരണങ്ങളുണ്ട് അച്ഛാ. ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. പിഴവുകൾ ഒരുപാട് സംഭവിച്ചു എന്റെ ഭാഗത്തുനിന്നും. വിശ്വസിച്ചൊരു ചതിച്ചു, അത്രേ ഉള്ളൂ. ഇക്കാലത്ത് നല്ലത് ചെയ്യുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതി വരേണ്ടതല്ലോ. മോളെ, മോനാകെ മനസ്സ് തകർന്നിരിക്കുക. നമ്മള് പെണ്ണുങ്ങള് ഈ നേരത്താണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്. ഒരു വാക്കുകൊണ്ട് പോലും അവരെ തളർത്താൻ പാടില്ല. അവര് ചിലപ്പോ ദേഷ്യപ്പെടും, ബഹളം വെക്കും. കാരണം അവരുടെ നഷ്ടം, അവരുടെ വേദന അതൊക്കെ വലുതാ. മോന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോലും മോൾ അത് ക്ഷമിക്കണം. മിണ്ടാതെ കേട്ടു നിൽക്കണം. വരൺ അങ്ങനെയൊന്നും പറയില്ലമ്മ. പക്ഷെ വല്ലാതെ തളർന്നുപോയി. പിന്നെ ഈ നേരം വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് വരണ്ട മനസ്സൊന്ന് നേരെയാക്കാനാ, ധൈര്യം കൊടുക്കാൻ വേണ്ടിട്ടാ. മോൻ ഒരു ജോലി കിട്ടാനാണോ പ്രശ്നം? മോൻ ചെന്ന് ചോദിച്ചാൽ എത്ര പേരാ അതിന് തയ്യാറാകുക? പഠിപ്പില്ലേ? എല്ലാം നോക്കി നടത്താനുള്ള മിടുക്കില്ലേ? മോനെ തോൽപ്പിക്കാനൊന്നും ആരും വളർന്നിട്ടില്ല മോളെ. ആരെ കൊണ്ടും അത് നടക്കില്ല. ഇറങ്ങുമ്പോ അച്ഛനും അമ്മയോടും മുത്തശ്ശിയോടും നിങ്ങൾ പറഞ്ഞൊരു വാക്കില്ലേ, സ്വന്തം കാലിൽ നിന്നിട്ട് എല്ലാം തിരിച്ചു പിടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അത് മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കണം. ചതിച്ചവരെ മുഴുവൻ തോൽപ്പിക്കണം. അച്ഛന് ഉറപ്പുണ്ട്, മോനോട് മത്സരിച്ച് ജയിക്കാൻ അവിടെ ആർക്കും പറ്റില്ല. ഇപ്പോഴത്തെ അവരുടെ വിജയമൊക്കെ താൽക്കാലികമാണ്. അതൊന്നും നിലനിൽക്കില്ല. അതിന് ദൈവം അനുവദിക്കില്ല. അച്ഛാ, ഞാൻ ജനിച്ചത് സമ്പന്നമായ വീട്ടില്ല, വളർന്നതും അവിടെ തന്നെയാ. പക്ഷേ എനിക്ക് സൗകര്യക്കുറവുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല.
ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ച് അലയുമ്പോ എത്രയോ തവണ ഞങ്ങൾ കടത്തിണ്ണകളിൽ കടന്നിട്ടുണ്ടെന്നറിയോ? ഇന്നിപ്പോ ഞാൻ ഇയാളോട് പറഞ്ഞു അതാ, ഒരു രാത്രി കടത്തിണ്ണയിൽ ഉറങ്ങേണ്ടി വന്നാ നമ്മൾ അതും ചെയ്യണം. ഇന്നലെ വരെ പലതും ഉണ്ടായിരുന്നു, ഇന്നില്ല. ഇന്നു മുതൽ അങ്ങോട്ടില്ല. പക്ഷെ അച്ഛനെ മോളുണ്ടല്ലോ. കണിമംഗലം വിട്ട് ഇറങ്ങുന്ന സമയം മുതൽ എന്നോട് സംസാരിക്കുന്നത് മുഴുവൻ പൊരുതുന്നതിനെ കുറിച്ചാ, പൊരുതി ജയിക്കുന്നതിനെ കുറിച്ചാ. അവിടെയാ അച്ഛന്റെ മോളെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. കരഞ്ഞു ബഹളം വെച്ച് മനസ്സ് പഠിപ്പിക്കാനല്ലോ, തോറ്റവനെ ജയിപ്പിക്കാനല്ലോ നോക്കുന്നത്. ഇതൊക്കെ എന്ത് തോൽവിയാ മോനെ? ഇപ്പൊ ഇതൊക്കെ പിടിച്ചെടുത്തവര് നല്ലവരായിട്ടാണോ? ഒന്നുമല്ല. ദുഷ്ടന്മാർക്ക് ഒരു കാലത്ത് വലിയ വളർച്ചകളൊക്കെ ഉണ്ടാവും. അവരെപ്പോഴാ വീഴേണ്ടതെന്ന സമയം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടത് ആർക്കും നഷ്ടപ്പെടില്ല മോനെ. ചിലപ്പോ കുറച്ച് കാലതാമസം വരുമായിരിക്കും, അത്രേ ഉള്ളൂ. മോൻ കഴിക്കേ.